നമസ്കാരമുണ്ട്. എന്താണ് ആംബർ? ആംബർ എന്ന് പറയുന്ന പെർഫ്യൂമറിയിൽ ഒരു ഫീല്, നമ്മൾ വിഷ്വൽ ഫീലിനെ നേരെ മണമാക്കി മാറ്റാണ് ചെയ്യുന്നത്. അല്ലാതെ ആംബർ എന്ന് പറയുന്ന മണം നമുക്ക് കറക്റ്റ് കിട്ടില്ല. ഈ ആംബർ ബോട്ടിൽ ഈ കളറിനെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് വിഷ്വലി ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ സ്മെല്ലാക്കി മാറ്റി ചെയ്യുക. ആ സ്മെല്ല് ഇങ്ങനെയാണ്. ഡാർക്ക് ആയിരിക്കും, കുറച്ച് സ്വീറ്റ്നെസ് ഇത്തിരി ആഡ് ഉണ്ടാവും, കുറച്ച് ലെതറി ഉണ്ടാവും, കുറച്ച് സ്മോക്കി ടെക്സ്ചർ കൂടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു ഫീല്, അതായിരിക്കും ആംബർ എന്നാണ് പെർഫ്യൂമറിയിൽ സാധാരണ പറയാം. ആംബർ എക്കോഡ് എങ്ങനെ ഉണ്ടാക്കും? ആംബർ എക്കോഡ് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ചില റോ മെറ്റീരിയൽസ് തന്നെ ആംബർ ഫീൽ ഉണ്ടാവാറുണ്ട്. ചില റോ മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ ഒറിജിനൽ ഊത്. ഇത് ഊത് കമ്പോഡിയാണ്. ഓക്കെ, ഈ ഊത് കമ്പോഡിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ നോക്കിയാൽ ഒരു ആംബർ ഫീൽ കിട്ടണല്ലേ. ഊത് സ്മെല്ലിന് തന്നെ പറയുമ്പോൾ തന്നെ ഒരു സ്മോക്കി വുഡി, നല്ല ഒരു ചില ഊതുകൾക്ക് ലെതറി സ്മെല്ല് കാണിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ റോ മെറ്റീരിയൽസിൻ്റെ മണം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആംബർ എഫക്റ്റും കൂടി ഉണ്ടാവാറുണ്ട്. ഇതാണ് ലാബ്ദനോ റെസിനോയിഡ്. ഓക്കെ, അതിലേക്ക് എത്തിൽ വെനിലിൻ, ഇതൊരു പൗഡർ ഫോമിലാണ് എത്തിൽ വെനിലിൻ എന്നുള്ളത്. എത്തിൽ വെനിലിനും ലാബ്ദൻ റെസിനോയിഡും കൂടി ചേർക്കും. ലാബ്ദനം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതൊരു പ്ലാന്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഗമ്മാണ്. ഒരു റോക്ക് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ്, അത് ഫ്രാൻസ് പോർച്ചുഗീസിലൊക്കെ കൂടുതൽ കാണപ്പെടുന്നത്. അതിനെ ഒരു എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു വെനിലിൻ അസറ്റേറ്റ്, എത്തിൽ വെനിലിൻ ആഡ് ചെയ്ത് കൊടുക്കും. പെർഫ്യൂമറിയിൽ ഡൈലൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10% ഡൈലൂഷൻ ഐഡിയലാണ്. 10% ആണ് ഐഡിയൽ ഡൈലൂഷൻ. കാരണം ചില റോ മെറ്റീരിയൽസ് ഭയങ്കര സ്ട്രോങ് സ്മെല്ലിംഗ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഈ ലാബ്ദനം, ഇതൊക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ട നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. കാരണം വെച്ചാൽ ഭയങ്കര തിക്കായിരിക്കും, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ പെർഫ്യൂമിൻ്റെ ഒരു ക്രിയേഷൻ നമ്മൾ ചെയ്യാൻ സമയത്ത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലിംഗ് ആയിട്ട് മാറും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫ്യൂം മൊത്തം കൊളാക്കി കളയും. അപ്പോൾ അതിനാണ് ഡൈല്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 10% ഡൈല്യൂഷനാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1 ഗ്രാം ലാബ്ദനും 1 ഗ്രാം എത്തിൽ വെനിലിൻ 1 ഗ്രാം എത്തിൽ വെനിലിനും ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇത് എത്തിൽ വെനിലിൻ ഒരു പൗഡർ ഫോമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ എൻ്റെ പൈപ്പറ്റ്സ്, ഇതിനെ പറയുന്നത് പൈപ്പറ്റ്സ് എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കോരിയിടാൻ പറ്റും. ഓക്കെ, 18 ഗ്രാമാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, 1 ഗ്രാം ലാബ്ദനും 1 ഗ്രാം എത്തിൽ വെനിലിനും യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ 1 ഗ്രാം എത്തിൽ വെനിലിനും 1 ഗ്രാം ലാബ്ദനം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്റ്റൽ പൗഡർ ഫോമിലാണ് ഈ എത്തിൽ വെനിലിൻ വരുന്നത്. ആംബർ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കളറൊക്കെ എങ്ങനെയാണുള്ളത്. ഡാർക്ക് കളർ കുറച്ച് നമ്മൾ 1 ഗ്രാം യൂസ് ചെയ്തിട്ടുള്ളൂ. 10% ഡൈലൂഷൻ എന്ന് ഞാൻ മാർക്ക് ചെയ്യണം. നല്ലൊരു വെയിലത്ത് ഈ ഗ്ലാസ് ബോട്ടിൽ കാണൂലേ, ആ ഒരു ഫീലാണ്. നല്ല എത്തിൽ വെനിലിനും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല സ്വീറ്റ്നെസ്, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സ്വീറ്റായിട്ട് ആ ഒരു ആംബർ ഫീൽ വരുന്നുണ്ട്. അപ്പം തന്നെ ആ ചെറിയ സ്മോക്കിനെസ്സും ആ ഒരു വുഡി ടെക്സ്ചറും അതുപോലെ ആ ഒരു ചെറിയ ലൈറ്റായിട്ട് ലെതറി ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ആംബർ എക്കോഡ് പഠിച്ചില്ലേ. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറേ കോഴ്സുകൾ, ബേസിക്കലി ഇങ്ങനെ കുറേ കോഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കോഴ്സ് കാണിച്ചിട്ട് നമുക്ക് ശരിക്കും പെർഫ്യൂം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ ഫ്യൂച്ചർ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.